ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ സമ്മർ സീസണിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്കിൻ കെയർ റൂട്ടിനെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കിൻ കെയർ റൂട്ടിൽ എല്ലാ സ്കിൻ ടൈപ്പർക്ക് സെറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്കിൻ കെയർ റൂട്ടിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ സമ്മർ സീസണാണല്ലോ, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ടൈമിൽ നമ്മുടെ ബോഡിനെ എപ്പോഴും നമ്മൾ കൂളാക്കി വെക്കണം. ബോഡി ഹീറ്റായി എന്ത് സംഭവിക്കും? നമുക്ക് ഓവറായിട്ട് പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ചൂട് പോലത്തെ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലും അതുപോലെ ഫേസിലൊക്കെ വരാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ബോഡിനെ എപ്പോഴും നല്ല കൂളാക്കി വെക്കണം. അതായത് ഇപ്പോൾ നോൺ വെജ് ഐറ്റംസിൽ ഇപ്പോൾ ചിക്കൻ ആയാലും ബീഫ് ആയാലും ഇതിൻ്റെയൊക്കെ യൂസേജ് പരമാവധി കുറയ്ക്കുക. പകരം ഫിഷ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി ചിക്കൻ ബീഫ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സലാഡ്സ് ഇല്ലേ, സലാഡ്സ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഡയറ്റിൽ. അതായത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഏത് പച്ചക്കറിയും പഴങ്ങളായിക്കോട്ടെ കുഴപ്പമില്ല, ആഡ് ചെയ്തു. കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി ഏത് ടൈപ്പിലുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് സലാഡ്സിൽ ആഡ് ചെയ്യാം. ഈ സലാഡ്സ് നമ്മൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെ അറിയുക? ഇതിനകത്ത് നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ നമ്മുടെ ബോഡി നന്നായിട്ട് കൂളാക്കും. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് നിങ്ങൾ ഇമ്പ്രൂവ് ആക്കി വെക്കുക. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ വയറിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് സംഭവിച്ചാൽ നമ്മുടെ സ്കിന്നിൽ അഫക്റ്റ് ചെയ്യും. നമ്മുടെ വയർ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ യാതൊരു ടൈപ്പിലുള്ള ഡിസീസോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ടൈമിൽ പ്രോബയോട്ടിക്സ് ഇറങ്ങിയ തൈരില്ലേ, തൈര് പോലത്തെ ഐറ്റംസൊക്കെ നിങ്ങൾ ഡയറ്റിൽ ആഡ് ചെയ്യുക. നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ നമ്മുടെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആകും. ആ വഴി നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു ടൈമിൽ നിങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ മൈദ പോലത്തെ ഐറ്റംസ് ഉള്ള ഫുഡുകളുണ്ട്, ഈ പൊറോട്ട, പപ്സ് മുതലുള്ള ബേക്കറി ഐറ്റംസ്, ഇതിൻ്റെയൊക്കെ യൂസേജ് പരമാവധി കുറയ്ക്കുക. ഈ മൈദക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല, നമ്മൾ ഓവറായിട്ട് നമ്മൾ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ ചായയുടെ കൂടെ പപ്സ് പോലത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള വെള്ളം കൂടി വലിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകും. ആ വഴി നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റിയും റെഡ്യൂസ് ആകുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ മൈദ ഐറ്റംസ് പരമാവധി കട്ട് ചെയ്യുക. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നമ്മുടെ മലയാളികൾക്ക് ടെൻഡൻസി ഉണ്ട്, ദാഹം വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ സോഡ സർബത്ത് കുടിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ പോയിട്ട് ഈ സാധനം കുടിക്കും. ഇതിൻ്റെ ഏറ്റവും മെയിൻ കണ്ടൻറ്റ് ഷുഗറാണ്. നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ ഷുഗർ ഓവറായിട്ട് കുടിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാവുക? നമുക്ക് ഒന്നുകൂടെ ദാഹം കൂടും, നമ്മുടെ ബോഡി ഒന്നുകൂടെ ഡീഹൈഡ്രേറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്? അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് സംഭവിക്കും. അതും നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളം നിങ്ങൾ കഴിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാവുന്നതാണ്, വിത്തൗട്ട് ഷുഗർ ജ്യൂസ് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ സ്കിൻ കുളമാക്കുന്ന മറ്റൊരു പ്രധാന കാരണമായി നമ്മുടെ മലയാളികളുടെ ടെൻഡൻസിയാണ് എണ്ണ തേച്ച് കുളി. ഇത് മഞ്ഞുകാലത്തും മഴക്കാലത്തും കുഴപ്പമില്ല, പക്ഷേ വേനൽക്കാലത്ത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? നമ്മൾ എണ്ണ തേച്ച് കുളിച്ച് കഴിയുമ്പോൾ ഫ്രഷ്നസ്സും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ എണ്ണ തലേന്ന് മുഖത്തേക്ക് ഇറങ്ങുന്ന ടെൻഡൻസി കാണിക്കും. അങ്ങനെ ഇറങ്ങുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ പോർസ് അടയാൻ സാധ്യത ഉണ്ടാകും. പോർസ് അടഞ്ഞ് എന്ത് പറ്റും? ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഫോം ആകും. ഇങ്ങനെ ഫോം ആകുമ്പോൾ ആ വഴി നമ്മുടെ പിമ്പിൾസ് കൂടാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ എണ്ണ തേച്ച് കുളി ആഴ്ച 2 ദിവസമായിട്ട് കുറയ്ക്കുക. അതായത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ചോദിച്ചാൽ നിങ്ങൾ എണ്ണ ലൈറ്റായിട്ട് ചൂടാക്കുക, തലയിൽ അപ്ലൈ ചെയ്യുക, ഒന്ന് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്യുക, ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇങ്ങനെ നിങ്ങൾ വീക്കിലി 2 ടൈംസ് ഉപയോഗിച്ചാൽ മതി എണ്ണ ഈ ഒരു ടൈമിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, സ്കിന്നിന് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഈ ഒരു ടൈമിൽ നിങ്ങൾ സൺസ്ക്രീൻ പ്രോപ്പറായി ഇടണം. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ SPF 50+ ആണ് ഏറ്റവും ബെറ്റർ. മറിച്ച് നിങ്ങളുടെ കോമ്പിനേഷൻ അതുപോലെ നോർമൽ സ്കിൻ ടൈപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് UV ഡോക്സിൻ്റെ SPF 50+ സൺസ്ക്രീൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. മറിച്ച് നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ് നിങ്ങൾക്ക് സെറ്റാഫിലിൻ്റെ SPF 50+ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഒരു 9:30 ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഡയറ്റിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ 5 ടോപ്പ് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഈ 5 ഫ്രൂട്ട്സ് നമ്മുടെ സ്കിൻ ക്വാളിറ്റി നല്ലതായിട്ട് ഇമ്പ്രൂവ് ആകുന്നതാണ്, നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കുന്നതാണ്, നമ്മുടെ സ്കിൻ ഹെൽത്ത് വരെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ മെയിൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ മെലോൺ, രണ്ടാമത്തെ പപ്പായ, മൂന്നാമത്തെ മാംഗോ, നാലാമത്തെ ഗുവാവ, അഞ്ചാമത്തെ സിട്രസ് ഫ്രൂട്ട്സ്. അതിൽ പുളിരസമുള്ള ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ 5 ഫ്രൂട്ട്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡെയിലി ഡയറ്റിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ പറഞ്ഞു, ഇനി നമുക്ക് വേണ്ട സെറം. ഈ ഒരു ടൈമിൽ എല്ലാവരും പൊതുവെ യൂസ് ചെയ്യുന്ന സെറമാണ് വൈറ്റമിൻ സിയുടെ സെറം. പക്ഷേ ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾ ഒരു കാരണവശാലും വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നത്. കാര്യം വൈറ്റമിൻ സി സെറം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് കൂട്ടാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരു കാരണവശാലും വൈറ്റമിൻ സിയുടെ സെറം യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സെറം എന്ന് പറഞ്ഞാൽ നിയാസിനമൈഡ് പ്ലസ് ഹയർലോണിക്
ഹൈലോണിക് ആസിഡിൻ്റെ സെറമാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ വിയർക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഓയിലി സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ സെബം ഓവറായിട്ട് സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ വഴി സ്കിന്ന് ഒന്ന് ഓയിലി ആകുന്ന ടെൻഡൻസിയും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പിമ്പിൾസ് നമ്മുടെ സ്കിന്നിൽ വിട്ടു മാറത്തില്ല. ആ ടൈമിലാണ് നമുക്ക് ഈ നിയാസിനമൈഡ് കണ്ടൻറ്റ് ഉപകാരിയാകുന്നത്. കാര്യം നിയാസിനമൈഡ് നമ്മൾ പിമ്പിൾസിനെ വേരോടെ നശിപ്പിക്കും. ആ വഴി നമുക്ക് പിമ്പിൾസ് വരുന്ന സാധ്യത ഭയങ്കര കുറയുന്നതാണ്. അതുപോലെ തന്നെ ഹൈലോണിക് ആസിഡിൻ്റെ ഏറ്റവും വലിയ ഗുണം പറഞ്ഞാൽ ഹൈലോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ വാട്ടറിനെ പിടിച്ചു വെക്കും. അങ്ങനെ വാട്ടർ പിടിച്ചു വെക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ സ്കിന്നിന് എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ടും എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടൻസ് മിക്സ് ആയിട്ടുള്ള സെറം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായ 2 സെറം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാ സ്കിൻ ടൈപ്പുകൾക്ക് സെറ്റാണ്. ഒന്നാമത്തെ സെറം മിനിമാലിസ്റ്റിൻ്റെ 5% നിയാസിനമൈഡ് വിത്ത് ഹൈലോണിക് ആസിഡ് സെറം. ഈ ഒരു സെറത്തിൽ 5% നിയാസിനമൈഡ് ഉണ്ട്, അതുപോലെ ഹൈലോണിക് ആസിഡ് ഉണ്ട്. ഇനി രണ്ടാമത്തെ സെറം ഡെർമാബയുടെ 5% നിയാസിനമൈഡ് പ്ലസ് 1% ഹൈലോണിക് ആസിഡ് സെറം. ഈ ഒരു സെറവും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് അഫോർഡബിൾ എന്ന് നോക്കിയിട്ട് ആ സെറം നിങ്ങൾക്ക് രാവിലെ യൂസ് ചെയ്യാവുന്നതാണ്. സെറം എങ്ങനെ അപ്ലൈ ചെയ്യുന്ന രീതി പറഞ്ഞാൽ നിങ്ങൾ രാവിലെ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ സെറം ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യണം. ഒരു 15 to 20 മിനിറ്റ്സ് അതൊന്ന് ഫുള്ളി അബ്സോർബിങ് ടൈമാണ് ഞാൻ പറഞ്ഞത്. ഫുള്ളി അബ്സോർബ് ചെയ്യാൻ വേണ്ടി 15 to 20 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സൺസ്ക്രീൻ ഇടുക. ഇതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇറങ്ങട്ടോ. SPF 50+ തന്നെ വേണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഡയറ്റ് പറഞ്ഞു, സൺസ്ക്രീൻ പറഞ്ഞു, പിന്നെ സെറം പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടെന്താ ഒരു മോയ്സ്ചറൈസർ നൈറ്റ്. ഈ ഒരു ടൈമിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അലോവേറ ജെല്ലിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഏറ്റവും ബെസ്റ്റ്. ഈ അലോവേറ ജെല്ലിൽ ഏറ്റവും മെയിൻ ഗുണം പറഞ്ഞാൽ ഇതിന് കുറേ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ അലോവേറ ജെല്ല് ഇടുന്ന ആൾക്കറിയാൻ പറ്റും, നമ്മൾ ഇട്ട് കഴിയുമ്പോൾ മുഖത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഈ അലോവേറ ജെല്ല് എങ്ങനെയാണ് നമുക്ക് ഈ സമ്മർ സീസൺ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഹീറ്റായിരിക്കുമല്ലോ ഈ ചൂടൊക്കെ കാരണം. അപ്പോൾ നമ്മൾ അലോവേറ ജെല്ല് എടുക്കുക നമ്മുടെ സ്കിന്ന് ഒന്ന് കൂളാകുന്നതാണ്. അതുപോലെ സൂര്യപ്രകാശം കൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ടൈപ്പിലുള്ള ബേണിങ്ങോ റാഷസോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ അലോവേറ ജെല്ലുമ്പോൾ ഇതിലെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് അത് ക്യൂർ ചെയ്യുന്നതാണ്. അതിലൊന്നാമത്തെ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞ് ഇവിയോൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്. അതിൽ മെയിൻ കണ്ടു കഴിഞ്ഞാൽ അലോവേറ ജെല്ല്, വൈറ്റമിൻ ഇ, അതുപോലെ ഗ്ലിസറിൻ. ഇതാണ് എൻ്റെ മെയിൻ കണ്ടന്റ്. അതല്ലെങ്കിൽ പിൽഗ്രിമിൻ്റെ അലോവേറ ജെൽ മോയ്സ്ചറൈസർ ഉണ്ട്. ഇവിയോൺ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലെല്ലാം സുലഭമായിട്ട് അവൈലബിൾ ആണ്. പിൽഗ്രിം ഓൺലൈനിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും അലോവേറ ജെല്ല് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് വേണം നിങ്ങൾ നൈറ്റ് ക്രീമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അതുപോലെ ഈ ഒരു ടൈമിൽ നമുക്കൊരു കൂളിംഗ് ഫേസ് പാക്ക് നമുക്ക് ഭയങ്കര ഉപകാരിയാണ്. കാര്യം ഈ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്ന് ഓൾറെഡി ഹീറ്റായി നിൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു 15 to 20 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് കൂളാക്കാൻ ഈ ഒരു കൂളിംഗ് ഫേസ് പാക്കിന് പറ്റും. അപ്പോൾ ഈ കൂളിംഗ് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ടാഗ് ചെയ്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ആ ഒരു കൂളിംഗ് ഫേസ് പാക്ക് നിങ്ങൾ വീക്ക്ലി 3 times അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഇന്ന് യൂസ് ചെയ്യാൻ നാളെ വേണ്ട, അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.